തിരുവനന്തപുരത്ത് അനധികൃതമായി പ്രവർത്തിച്ച സ്പാ നഗരസഭാ അധികൃതർ അടപ്പിച്ചതിന് പിന്നാലെ വെട്ടിലായി ബി.ജെ.പി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സ്പായുടെ ഉടമസ്ഥർ ബി.ജെ.പി. സംസ്ഥാന നേതാവും പിതാവുമാണെന്ന വിവരം പുറത്തായതോടെയാണ് നേതൃത്വം പ്രതിരോധത്തിലായത്. സ്പാ ലാഭകരമല്ലാത്തതിനാൽ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് ബി.ജെ.പി. നേതാവ് ഷൈൻലാലിന്റെ വിശദീകരണം. അതേസമയം സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇപ്പോഴും ഷൈൻലാലിന്റെ പിതാവിന്റെ പേരിലാണെന്ന് വ്യക്തമായതോടെ പാർട്ടിക്കുള്ളിലും അസ്വാരസ്യം പുകയുകയാണ്. സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോർപ്പറേഷൻ സ്പർശൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്പാ അടച്ചുപൂട്ടിയത്. സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സ്ഥാപനം ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.പി. ഷൈൻലാലിന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ വിവരം പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത്. സൈബർ ഇടങ്ങളിൽ വ്യാപക വിമർശനവും ഉയർന്നു. സ്പാ ലാഭകരമല്ലാത്തതിനാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് നിലവിലെ അഡ്വക്കേറ്റ് ഷൈൻലാൽ എം.പിയുടെ വിശദീകരണം. എന്നാൽ സ്പായുടെ ലൈസൻസ് ഇപ്പോഴും ഷൈൻലാലിന്റെ പിതാവ് മനോഹരന്റെ പേരിലാണ്. ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. നേതാവിന്റെ തന്നെ അനധികൃത സ്പാ അടച്ചുപൂട്ടിയതോടെ വിഷയം രാഷ്ട്രീയ വിവാദവുമായി. സൈബർ ഇടങ്ങളിൽ പ്രചാരണം ശക്തമായതോടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഷൈൻലാലിനോട് ബി.ജെ.പി. വിശദീകരണം തേടിയതായാണ് സൂചന. 23-കാരിയുടെ പരാതിയിലായിരുന്നു നഗരസഭയുടെ നടപടി. സ്പായിൽ നഗരസഭ മിന്നൽ പരിശോധന നടത്തിയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. വലിയ നിയമലംഘനങ്ങളാണ് സ്പായുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്നും നഗരസഭ കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.